റോസ്റ്റഡ് ചിക്കൻ ട്രൈ ചെയ്താലോ? ആദ്യം തന്നെ പറയാം, ദിസ് ഈസ് നോട്ട് മൈ റെസിപ്പി. 1.5 കപ്പ് പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം 10 മിനിറ്റ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ്, 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, മാഗി ക്യൂബാണ് ആഡ് ചെയ്യേണ്ടത്. സോ എൻ്റെ കയ്യിൽ മാഗി ക്യൂബ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്തു. 2 കിലോ വെയിറ്റ് ചെയ്യുന്ന ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മീഡിയം കട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മിക്സിലേക്ക് ചിക്കൻ ഇട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറാണ് കൂടുതൽ ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഞാൻ 2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഒരുപാടായിട്ട് ഇഷ്ടമാവും. നല്ല അടിപൊളി റെസിപ്പിയാണ്. റെസ്റ്റ് ചെയ്തതിന് ശേഷം അത് ബാറ്ററിൽ നിന്ന് ചിക്കനൊക്കെ ഒന്ന് മാറ്റി വേറെ സെപ്പറേറ്റ് വെച്ചതിന് ശേഷം ആ ഒരു ബാറ്ററിലേക്ക് 2 കോഴിമുട്ട, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഒക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ബാറ്റർ നന്നായി മിക്സ് ചെയ്യാം. മൈദപ്പൊടിയും കോൺഫ്ലവർ പൊടിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കട്ട കുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ ഡിപ്പ് ചെയ്യാനുള്ളൊരു ബാറ്റർ ഉണ്ടാക്കുക. മൈദപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ ആദ്യം ആ പൗഡറിൻ്റെ മിക്സിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ ലൂസായിട്ടുള്ള ആ ബാറ്ററിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും പൗഡറിൽ മിക്സ് ചെയ്യുക. അങ്ങനെ ഡബിൾ കോട്ട് ചെയ്യുക. നല്ല തിളച്ച ഓയിലിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചെടുക്കുക. ചിക്കനൊക്കെ ഒന്ന് വേവാനുള്ള ഒരു പാകത്തിൽ ആക്കി കൊടുക്കുക. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ചിക്കൻ എടുക്കാം. ഞാൻ ചിക്കൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ മയോണൈസ്, അതുപോലെ കൊളോ മസാല അത് സംഭവമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ബ്രെഡ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു വട്ടം ട്രൈ ചെയ്തപ്പോൾ ഞാൻ വീണ്ടും ട്രൈ ചെയ്തു. അത്രയ്ക്ക് അടിപൊളിയാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്. സോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.